സുവിശേഷം എന്നുള്ളത് വീണ്ടെടുപ്പിന്റെ സദ്വർത്തമാനമാണ്. സുവിശേഷം എന്നുള്ളത് യേശു ജനിച്ചത് സാമ്പത്തിക സൗകര്യങ്ങൾ കൂട്ടിത്തരുവാനല്ല. അങ്ങനെയാണെങ്കിൽ ഹേരോദിന്റെ പുറകെ പോയാൽ മതിയായിരുന്നു. യേശു ജനിച്ചത് ഒരു മതമുണ്ടാക്കാനല്ല. അങ്ങനെയാണെങ്കിൽ അന്നാസിന്റെയും കയ്യഫാവിന്റെയും പുറകെ പോയാൽ മതിയായിരുന്നു. യേശു ജനിച്ചത് തത്വചിന്തകൾ പറയാനല്ല. അങ്ങനെയാണെങ്കിൽ അരിസ്റ്റോട്ടിന്റെയും സോക്രട്ടീസിന്റെയും അടുക്കൽ പോയാൽ മതിയായിരുന്നു. യേശു ജനിച്ചതിന്റെ പിമ്പിലെ ഉദ്ദേശം മനുഷ്യനൊന്നും പരിഹരിക്കാനൊക്കാത്ത ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ട്. അത് പാപം എന്നുള്ള പ്രശ്നമാണ്. അതിനെ ഡീല് ചെയ്യാൻ വേണ്ടി, അതിന് പരിഹാരം വരുത്താൻ വേണ്ടി നമുക്ക് പകരമായി മരിച്ച യേശുവിന്റെ സത്യസുവിശേഷം ഇന്ന് രാത്രി ഈ പന്തലിൽ മുഴങ്ങുന്നു.